ഇന്നത്തെ ടോപ്പിക് കണ്ടങ്കാലിൻ്റെ ഉളുക്കുകളും പറ്റിയാണ്. ആങ്കിൾ സ്പ്രെയിൻ. നമുക്കറിയാം നമ്മുടെ ആങ്കിൾ ജോയിൻറ്റ് ഒരു സിംഗിൾ പ്ലെയിനിൽ അനങ്ങുന്ന ജോയിൻറ്റാണ്. അത് താഴേക്ക് പോവും, മുകളിലേക്ക് പോവും. നമുക്ക് സൈഡ് ടു സൈഡ് ആക്ഷനും തിരിക്കുന്ന ആക്ഷനും ആങ്കിൾ ജോയിൻറ്റിലില്ല. പക്ഷേ അത് തൊട്ട് താഴത്തൊരു ജോയിൻ്റ് ഉണ്ട്. നമ്മളുടെ തിരിക്കുന്ന ആക്ഷൻ, സൈഡ് ടു സൈഡ് ആക്ഷൻ ആങ്കിൾ ജോയിൻറ്റിൽ നിന്നല്ല വരുന്നത്. സോ ഈ ഉൾക്ക് എങ്ങനെ വരാം? ലിഗമെൻറ്റ് നമ്മളുടെ എല്ലിൻ്റെ ഇടയിൽ കണക്ട് ചെയ്ത സ്ട്രക്ചറാണ്. അപ്പം നമ്മൾ ഈ ഷർട്ട് തുന്നുന്നത് പോലെയാണ്. ഇവിടെ ഒരു തുണി കഷ്ണുണ്ട്, ഇവിടെ ഒരു തുണി കഷ്ണുണ്ട്. ഇത് തുന്നുമ്മയാണ് ഷർട്ടായി മാറുക. സെയിം വേ നമ്മളുടെ എല്ലിൻ്റെ ഇടയിൽ കുറച്ച് തുന്നലുണ്ട്. സോ അധികം സ്പ്രെയിൻ വന്നാൽ ആ തുന്നൽ വിട്ടുപോകും. സോ നമുക്കിത് എത്രത്തോളം വിട്ടുപോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചെറിയ അകൽച്ചയാണെങ്കിൽ റെസ്റ്റ് എടുത്താൽ മാറും. സാധാരണ 5 days ഒരു ലിമിറ്റഡ്, അതായത് അധികം നടക്കാതിരുന്നാൽ ചെറിയ അകൽച്ചയാണെങ്കിൽ മാറും. മാറിയില്ലെങ്കിൽ നമ്മൾ നിർബന്ധപൂർവ്വം റെസ്റ്റ് കൊടുക്കും. എങ്ങനെ? പ്ലാസ്റ്റർ ഇട്ടിട്ട് കാല് അനങ്ങാതിരിക്കാനാണ്. അനങ്ങാതിരിക്കുമ്പോൾ നമ്മൾ ഈ കീറിയ ഷർട്ട് തുന്നുന്ന പോലെ ബോഡി തന്നെ ആ ലിഗമെൻറ്റ് തുന്നി പിടിപ്പിക്കും. അപ്പോൾ ചില ആൾക്കാർക്ക്, എസ്പെഷ്യലി സ്പോർട്സ് കളിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് തിരിഞ്ഞാൽ അത് മൊത്തമായിട്ട് വിട്ടുപോകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ MRI സ്കാൻ എടുക്കേണ്ടി വരും. ബിക്കോസ് ഇത് തെറ്റിക്കൊണ്ടിരിക്കും, നമ്മുടെ നീ ജോയിൻറ്റ് തെറ്റുന്ന പോലെ. അങ്ങനെയാണെങ്കിൽ MRIയിൽ അധികം ലിഗമെൻറ്റ് ഡാമേജ് ഉണ്ടെങ്കിൽ അത് തുന്നി പിടിപ്പിക്കേണ്ടി വരും. താങ്ക് യു.